ഹായ്, ഐ എം റാബിയ. എന്ത് ഡെസിഗ്നേഷൻ കൊടുത്തിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. സ്റ്റുഡൻ്റ് ആണോ? അല്ല. എങ്കിൽ പിന്നെ എംപ്ലോയി ആയിരിക്കും അല്ലേ? അതും അല്ല. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് 2-2.5 മാസമായി, പക്ഷെ ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും ഞാൻ എന്താ പഠിച്ചതെന്ന്. നഴ്സിംഗ് ആണ് പഠിച്ചത്. എന്നെപ്പോലെ 2021-26 ബാച്ചിലർ സ്റ്റുഡൻസിന് മനസ്സിലാവുമായിരിക്കും. 25-ൽ തീരേണ്ട കോഴ്സാണ് 26 ആയി, ഇതുവരെ തീർന്നിട്ടില്ല, റിസൾട്ടും വന്നിട്ടില്ല. എൻ്റെ ഒപ്പം പഠിച്ചു കഴിഞ്ഞ എല്ലാവരും ഉണ്ടല്ലോ, എൻജിനീയറിംഗ് എടുത്തവർ എൻജിനീയറായി, ഡിഗ്രി കഴിഞ്ഞവർ അതിൻ്റെ മാസ്റ്റേഴ്സും ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഞങ്ങളെപ്പോലെ നഴ്സിംഗ് എടുത്ത കുട്ടികൾ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കാൻ തോന്നുന്നു. ഞാൻ എങ്ങനെ ഈ കോഴ്സ് എടുത്തതെന്നറിയോ? അതറിയണമെങ്കിൽ 2021 വരെ ഒന്ന് പോകണം. ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയം. 2021 ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സാധാരണ ഒരു ബയോളജി സയൻസ് എടുത്തേക്കുന്ന ഒരു കുട്ടി വിചാരിക്കുന്നത് ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് എനിക്ക് നീറ്റ് എഴുതിക്കൂടാ? ഡോക്ടർ റാബിയ വിസാരി, ആഹാ അടിപൊളിയായിട്ടില്ലേ? പക്ഷേ അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ ഒരു എക്സാമും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് നമ്മളെ കൊണ്ട് കൂടാവുന്ന പരിപാടിയല്ല, കുറച്ചൊക്കെ പഠിക്കാൻ ഇരിക്കണം എന്നുള്ള മനസ്സുള്ളവർക്ക് പറ്റിയ പരിപാടിയാണെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു, നമുക്കെന്നാൽ എന്തുകൊണ്ട് ഒരു ആർട്സ് കോളേജ് ജോയിൻ ചെയ്തുകൂടാ? അങ്ങനെ ഞാൻ ആർട്സ് കോളേജിലോട്ടുള്ള എൻ്റെ ഒരു സ്വപ്നം ഞാൻ വഴിതിരിച്ചു തിട്ടു. എൻ്റെ വീട്ടുകാർക്ക് എന്നെക്കൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അവരെടുത്ത് പറഞ്ഞ കോഴ്സും അല്ല ഞാൻ എടുത്തത്. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ തന്നെ ഓരോ കോഴ്സ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം അതെനിക്ക് വേണ്ടുവോളം ഉണ്ടായിരുന്നു. പിന്നെ ഈ ആർട്സ് കോളേജിൽ കുറേ അലോട്ട്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി, വൈ റാബിയ വൈ, നീ എന്തിനിതൊക്കെ ചൂസ് ചെയ്യണം? നമുക്ക് ഇതിലും നല്ല ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചാലോ. പക്ഷെ എൻ്റെ മനസ്സിൽ അന്നും ഇന്നും ഒരിക്കലും വരാത്തൊരു സംഭവമാണ് എൻജിനീയറിങ്. പക്ഷെ ബാക്കി എല്ലാ മേഖലകളിലെക്കുറിച്ചും ഞാനൊന്ന് ഗവേഷണം നടത്തിയായിരുന്നു. അങ്ങനെ ഗവേഷണം നടത്തി ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് നമുക്ക് നഴ്സിംഗ് ഉറപ്പിച്ചുകൂടാ? എൻ്റെ ക്ലാസ്സിലെ ഒട്ടുമിക്ക കുട്ടികളും നഴ്സിങ്ങിനാണ് പോയതെങ്കിലും പക്ഷേ എൻ്റെ മനസ്സിൽ അന്ന് ഒരു തരി പോലും ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഞാൻ നഴ്സാകുമെന്നുള്ള കാര്യം. ആൻഡ് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ എൻ്റെ മനസ്സിൽ തോന്നിയ തീരുമാനമായിരുന്നു, വാ നഴ്സിംഗ് എടുക്കാം. നഴ്സിംഗ് എടുത്താൽ ഭാവി രക്ഷപ്പെട്ടു. പഠിച്ചു കഴിയുന്നു, ഫ്ലൈറ്റ് കയറുന്നു, നേരെ പോകുന്നു US, ഓസ്ട്രേലിയ, കാനഡ, UK. എന്തെല്ലാമായിരുന്നു. ഇപ്പോൾ പഠിക്കാൻ പോയത് എനിക്ക് ഓർമ്മയുള്ളൂ. ഇതുവരെ കോഴ്സ് തീർന്നിട്ടില്ല.